ഓപ്പറേഷൻ തുഫാൻ 42 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള കേരള സർക്കാരിന്റെ ഈ നീക്കം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തലമുറകളെ തകർക്കുന്ന ഈ വിധ്വംസക ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും. മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കാണും. ഇനിയുള്ള ദിവസങ്ങളിൽ ആന്ധ്ര, തെലങ്കാന, പുതുശ്ശേരി മുഖ്യമന്ത്രിമാരെ കാണും. എല്ലാവരുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കേരളത്തെ രക്ഷിക്കാൻ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിയന്തരമായ ആവശ്യം. ഇന്ന് അത് സ്കൂൾ മാനേജ്മെന്റുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രി, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ എല്ലാവരും, അതോടൊപ്പം തന്നെ ക്ലബ്ബുകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഗ്രന്ഥശാലകൾ, അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ എല്ലാ മതസംഘടനകൾ എല്ലാവരും ഇതിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നുണ്ട്. ഈ നാടിന്റെ ആവശ്യമാണിത്. തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമാണിത്. ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കുചേരണം. പിടിച്ച മയക്കുമരുന്ന് സാധനങ്ങൾ മുഴുവൻ എറണാകുളത്ത് നമ്മുടെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം ഇത് മുഴുവൻ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ട്, അത് ഭസ്മീകരിക്കുന്നുണ്ട്. അതിന് നടപടി ഉണ്ടാകും. എല്ലാ ജില്ലകളിലും അത്തരം നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രിയുമായിട്ട് ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്ന ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ട്രാൻസ്പോർട്ട് മന്ത്രിയും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതിലെ ഗൗരവത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എപ്പോഴും പറയണ്ട.